ഹലോ! എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ 2, 2.5 വർഷം പഴക്കമുള്ളൊരു മണി പ്ലാന്റിൻ്റെ റീപോട്ടിംഗ് വീഡിയോ ആണ് ട്ടോ കാണിക്കുന്നത്. ഇതാണ് ഞാൻ നട്ട ഫസ്റ്റ് മണി പ്ലാന്റ് എൻ്റെ കയ്യില്. പിന്നെ ഞാൻ നട്ടിട്ടുള്ളതൊക്കെ ഈ മദർ പ്ലാന്റിന്ന് എടുത്തിട്ട് നട്ടതാണ് ട്ടോ. അപ്പം ഈ പ്ലാന്റിനെ ഞാൻ കുറേ ദിവസമായി റീപോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം കയ്യിന്ന് താഴെ വീണ് പോട്ട് പൊട്ടിയതിന് ശേഷം റീപോട്ട് ചെയ്യാനുള്ള ഒരു കാരണമായി ട്ടോ. അപ്പം ഈ പ്ലാന്റിന് ഞാൻ ആദ്യമായിട്ട് നട്ടുപിടിപ്പിക്കുമ്പം വെറും മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നല്ലോണം വളരുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം പ്രൂണിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10, 12 പ്രാവശ്യമൊക്കെ ഞാൻ പ്രൂണിങ് ചെയ്തിട്ടുണ്ട് ഈ 2 കൊല്ലത്തിൽ. എന്നിട്ട് ഇത് നല്ലോണം വളർന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പം കുറച്ച് മണ്ണ് മേലെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം ഇതും എടുത്തിട്ട് ഒന്ന് നടാമെന്ന് വിചാരിച്ചു ട്ടോ വേറെ പോട്ടിലേക്ക്. അപ്പം ഈ ഇലകളൊക്കെ തോനെയുള്ളതുകൊണ്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. ഈ മണി പ്ലാന്റ് പൊതുവേ ഒരു ക്ലൈംബർ വെറൈറ്റി ഉള്ളതായതുകൊണ്ട് അതിൻ്റെ നിറയെ വേരുകളുള്ളതുകൊണ്ട് നമുക്ക് ബുഷിയായി കിട്ടണമെങ്കിൽ നമ്മൾ കുറേ എണ്ണം ചുറ്റിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുഷിയായിട്ട് കിട്ടും. ഞാൻ ആദ്യം നട്ടത് വെറും 1, 2 തൈ മാത്രമാണ് ട്ടോ നട്ടത്. അതുകൊണ്ടാണ് അതിങ്ങനെ ലോങ് ആയിട്ട് വളർന്നത്. അപ്പം നമ്മൾ ബുഷിയായി നടുമ്പം കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ അത് നമുക്ക് നിറയെ കട്ടിങ്സ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിനെ ഒരു എൻ്റെ കയ്യിലുള്ള ഒരു പഴയ പോട്ടിലാണ് ട്ടോ നട്ട് കൊടുത്തിരിക്കുന്നത്. ചുറ്റിലും നട്ട് കൊടുത്ത് നടുവിൽ ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരിതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ലെങ്കിലും വളർന്ന് കഴിയുമ്പം നന്നായിട്ട് നല്ല ഇടതൂർന്ന് നന്നായി കാണും ട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.